എനിക്കൊപ്പം ഉള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇപ്പോൾ CPM-ൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. EP ജയരാജൻ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നുള്ള പുറത്ത് നിൽക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ CPM-നകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നിരീക്ഷകരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പുറത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ വേറൊരു വ്യതിയാനാണ്. ഏതായാലും CPM-നകത്ത് പഴയതുപോലെ എല്ലാം ഓർഡറിലാണ് എന്ന് വിശ്വസിക്കാനേ കഴിയില്ല. EP-യുടെ ഒരു രാജിവെച്ചൊഴിയേണ്ട ഒരു സാഹചര്യം എന്ന് തന്നെയാണോ വിലയിരുത്തുന്നത്? EP-യെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ഷേപം എന്താ? അത് പാർട്ടിയാണ് പ്രമുഖമായും തീരുമാനമെടുക്കേണ്ടത്. നമുക്ക് പുറത്തു നിൽക്കുന്ന നിഷ്പക്ഷർ എന്നുള്ള നിലയിലുള്ള ഒരു നിഗമനം മാത്രമേ ഉണ്ടാകൂ. EP-യെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു കൂടിക്കാഴ്ചയാണ്. അതിനുശേഷം മാർക്സിസ്റ്റ് പാർട്ടി ഒന്നും കൂടിയിട്ടേ ഇല്ലേ? അവരിതൊന്നും അറിഞ്ഞേ ഇല്ലേ? അവരൊരു നടപടിയെക്കുറിച്ച് ചിന്തിച്ചേ ഇല്ലേ? അവർ ഈ സമയത്ത് ഇത് പറയാനുള്ള കാരണം എന്താ? അന്നുള്ള കാര്യം ഒന്നുകിൽ മൂടി വെക്കുന്നതിന് വേണ്ടി ഇവർ കണ്ണടച്ചു കൊടുത്തു. അതല്ലെന്ന് വരികിൽ അവർക്ക് കൂടി ചെറിയ മനസ്സറിവോടുകൂടിയാണ് ഇത് നടന്നത് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മുകേഷിനെ കുറിച്ചുള്ള നടപടികളൊക്കെ ആലോചിക്കാനിരിക്കുന്ന ദിവസം കൂടിയാണ് ഇങ്ങനൊരു വാർത്ത വരുന്നത്. അതിലൊരു സംശയകരമായ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല, മുകേഷിലത് മുങ്ങുമല്ലോ. അതുകൊണ്ട് മുകേഷിനെ മുക്കുന്നതിന് വേണ്ടി, മുകേഷിൻ്റെ വാർത്ത അധികം പുറത്ത് വരാതിരിക്കുന്നതിന് വേണ്ടി പൊളിറ്റിക്കലായിട്ടൊരു വലിയ വാർത്ത ബോംബ് കൊണ്ട് പൊട്ടിക്കുകയാണ്. ആ പുകമറയ്ക്കകത്ത് മുകേഷ് രക്ഷപ്പെട്ടു പോകും. അതാണിപ്പോൾ നടക്കുന്നത്. EP-ക്കൊരു നടപടി നേരിടേണ്ട ഒരാളാണോ EP ജയരാജന്റെ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം EP ജയരാജൻ എന്താ ഉള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും. കുറച്ച് ഔട്ട്സ്പോക്കണാണ്. അദ്ദേഹത്തിന് കുറച്ച് ഫ്രണ്ട്ഷിപ്പുണ്ട്. അത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. അദ്ദേഹത്തിന് ഫ്രണ്ട്ഷിപ്പ് കുറവുള്ളത് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ്. ബാക്കിയുള്ളിടത്തെല്ലാം അദ്ദേഹത്തിന് നല്ല ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതൃപ്രസ്ഥാനമാണ് ഏത് രൂപത്തിലുള്ള നടപടി എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ആളുകളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് രണ്ട് സമീപനം നമ്മൾ കാണുകയല്ലേ. ഒന്ന്, പാർട്ടി തന്നെ വെച്ച അന്വേഷണ കമ്മീഷൻ തെറ്റുകാരെന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ പോയിട്ടുള്ള ചില കേസുകൾ. രണ്ട്, എടുത്ത നടപടികൾ തന്നെ വളരെ ദുർബലമാക്കി കൊണ്ടുപോയിട്ടുള്ള കേസുകൾ. മൂന്ന്, അവരൊരു കഠിന നടപടിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള വേറെ കേസുകൾ. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കാണുകയല്ലേ. പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായ എല്ലാ സംഭവങ്ങളിലും ഒരേ മാനദണ്ഡത്തിലാണോ നടപടി വന്നത്? അല്ലല്ലോ. EP ബലിയാടാക്കുന്നു എന്നൊരു തോന്നലുണ്ടോ? ആണല്ലോ. ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. ഒരേ രൂപത്തിലല്ലല്ലോ. ഞാൻ വ്യക്തികളുടെ പേര് പറയുന്നില്ല. പക്ഷേ ആ പാർട്ടി എടുത്തിരിക്കുന്ന നടപടികൾക്കെല്ലാം ഒരു ഏകദേശമുള്ള ഒരേ മാനദണ്ഡം വരുന്നില്ല. കുറച്ച് വ്യത്യസ്തമാണ്. ചില വാളിന് വളരെ മൂർച്ച കൂടുതലാണ്. ചിലത് അവരിങ്ങനെ തഴുകി വിടുകയാണ്. ഏതാണ്ട് സാവകാശം തഴുകി വിടുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു SP-യും PV അൻവർ MLA-യും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നു. എങ്ങനെയാണ് താങ്കളൊരു മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ അതിനെ കേട്ട് മനസ്സിലാക്കുന്നത്? യഥാർത്ഥത്തിൽ പോലീസിനകത്തുള്ള നിയന്ത്രണം തീർന്നല്ലോ. ഇത് കയറ് പൊട്ടിയ പട്ടം പോലെ പോവുകയാണ്. ആരാ പിടിച്ചു നിർത്താൻ? ആരാ ഇതിനെക്കുറിച്ചൊരു നിയന്ത്രണ രേഖ ആർക്കാ ഉള്ളത്? ഏറ്റവും നല്ല ഓഫീസേഴ്സ് എല്ലാം സത്യം പറഞ്ഞാൽ പുറത്തിരുന്ന് ചിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുറത്തെ ജനങ്ങൾ അറിഞ്ഞാൽ കേരള പോലീസിനെ കുറിച്ച് എന്ത് കരുതും? കേരള പോലീസ് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനേക്കാൾ വളരെ ഗംഭീരമാണെന്നും അതിനെ ഒരു കാരണവശാലും ബീറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല എന്നും ഈ അടുത്ത കാലത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതാണോ സ്കോട്ട്ലൻഡ് യാർഡിൽ നടക്കുന്നത്? ഇതാണ് ആ ഒരു പോലീസിങ് സിസ്റ്റം? കേരള പോലീസ് ആക്ട് ഉണ്ട്. ആ ആക്ടിനകത്ത് ചില കാര്യങ്ങൾ പോലീസിൻ്റെ നടപടികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നടക്കുന്നത് അതൊന്നുമല്ല. ഷോർട്ട് സർക്യൂട്ടാണ്. എല്ലാറ്റിനും ഷോർട്ട് സർക്യൂട്ടാണ്. MLA ആണ് ഭരിക്കുന്നതെന്ന് പോലും തോന്നും അതിൽ പല കാര്യങ്ങളും കേട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, MLA-യുമായിട്ട് ഒരു SP നടത്തിയിരിക്കുന്ന സംഭാഷണം. ഞാൻ അതിൻ്റെ കാര്യത്തിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ ആ SP പറഞ്ഞത് ന്യായമാണ് എന്ന് വരികിൽ യഥാർത്ഥത്തിൽ കേരള പോലീസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പറ്റിയല്ലേ. ഈ SP ഒരു സത്യസന്ധനായതുകൊണ്ടുള്ള കാര്യമെല്ലാം തുറന്ന് പറഞ്ഞിട്ടേ ഉണ്ടാകൂ. അതാണ് വരുന്നത്. അതാണ് ഇവിടുത്തെ സ്ഥിതി. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് EP ജയരാജനെ കുറിച്ചുള്ള വിഷയങ്ങൾ തന്നെയാണ്. EP-യെ ബലിയാടാക്കുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.